ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആചാര്യ അക്കാഡമിയിൽ HSA മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ്, കേട്ടറ്റ്, സെറ്റ് മാത്തമാറ്റിക്സ് എന്നിവയുടെ എല്ലാം പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന പ്രാപ്താംഗങ്ങളുടെ മാനക വ്യതിയാനം അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ മലയാളം ടേം എന്ന് പറയുന്നത് മാനക വ്യതിയാനം എന്നാണ്. മലയാളം ടേം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വയ്ക്കുക. ദെൻ HSA മാത്തമാറ്റിക്സിൽ 2024 നടന്നിട്ടുള്ള NCERT എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന സിമ്പൽ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സിഗ്മ ഇറ്റ് ഈസ് ദി പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഫ്രം അരിത്മെറ്റിക് മീൻ. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? ഓരോ ഒബ്സർവേഷൻ്റെയും അരിത്മെറ്റിക് മീനിൽ നിന്നുള്ള ഡീവിയേഷൻ അഥവാ ഡിഫറൻസ്. ഓക്കെ, ആദ്യം അരിത്മെറ്റിക് മീൻ ഫൈൻഡ് ചെയ്യുന്നു. ദെൻ ഓരോ ഒബ്സർവേഷൻ്റെയും അരിത്മെറ്റിക് മീൻ ആയിട്ടുള്ള ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യണം. അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. ദെൻ അവയുടെ മീൻ. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം? അതിൻ്റെ റൂട്ട് കൂടി എടുക്കണം, സ്ക്വയർ റൂട്ട് കൂടി കൊടുക്കണം. അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു സമേഷൻ xi മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. xi എന്ന് പറഞ്ഞാൽ ഓരോ ഒബ്സർവേഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അവയുടെ മീൻ ആണ്. ഓക്കെ, ആദ്യം മീൻ ഫൈൻഡ് ചെയ്യണം. ദെൻ അതിനുശേഷം എന്തെടുക്കുന്നു? ഓരോ ഒബ്സർവേഷൻ്റെയും മീനുമായിട്ടുള്ള ഡിഫറൻസ് എടുക്കണം. ദെൻ അവയുടെ സ്ക്വയേഴ്സ്. ഓക്കെ, സ്ക്വയർ എടുത്തതിന് ശേഷം അതിൻ്റെ മീൻ ഫൈൻഡ് ചെയ്യുന്നു. ദെൻ സ്ക്വയർ റൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വേരിയൻസിൻ്റെ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നും പറയാം. ക്ലിയർ ആണല്ലോ? സിഗ്മയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ വേരിയൻസ് അഥവാ വ്യതിയാനം സിഗ്മ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് നോക്കാം. ആദ്യം മീൻ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ കുറച്ച് ഒബ്സർവേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവയുടെ മീൻ ഫൈൻഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? മീനിൽ നിന്നുള്ള ഓരോ ഒബ്സർവേഷൻ്റെയും ഡിഫറൻസ് എടുക്കണം. ഓക്കെ, മീനിൽ നിന്നുള്ള ഓരോ ഒബ്സർവേഷൻ്റെയും ഡിഫറൻസ് എടുക്കണം. ദെൻ ഡീവിയേഷൻ്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, ആ കിട്ടിയ ഡിഫറൻസിൻ്റെ എന്ത് ചെയ്യുന്നു? സ്ക്വയർ എടുക്കുന്നു. ദെൻ അതിനുശേഷം വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കിട്ടിയിട്ടുള്ള സ്ക്വയേഴ്സിൻ്റെ മീനാണ് എന്ത് പറയുന്നത്? വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വേരിയൻസിൽ നിന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യും. അതായത് വേരിയൻസിൻ്റെ റൂട്ടാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് ഏതൊക്കെയാണ്? 2, 6, 3, 5, 4. ആദ്യം ഇവയുടെ മീൻ ഫൈൻഡ് ചെയ്യാം. മീൻ എക്സ് ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. മീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. അതായത് ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് ഉണ്ടല്ലോ, അവയുടെ സം ഫൈൻഡ് ചെയ്യണം. അത് ന്യൂമറേറ്ററിൽ എഴുതുന്നു. അതായത് 2, 6, 2 + 6 + 3 + 5 + 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഒബ്സർവേഷൻസ് ആണുള്ളത്? 5 ഒബ്സർവേഷൻ. അപ്പോൾ ഡിവൈഡഡ് ബൈ 5 ചെയ്യുന്നു. സമ്മ നമുക്ക് 20 എന്ന് കിട്ടിയിട്ടുണ്ട്. 20/5 4 എന്നാണ് മീൻ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, മീൻ ഫൈൻഡ് ചെയ്തല്ലോ. ഇനി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു നോക്കൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സമേഷൻ xi മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. അതായത് xi എന്ന് പറഞ്ഞാൽ ഇതിലെ ഓരോ ഒബ്സർവേഷനും എന്താണ്? xi ആണ്. മീനിൽ നിന്നുള്ള ഓരോ ഒബ്സർവേഷൻ്റെയും ഡിഫറൻസ് ഫൈൻഡ് ചെയ്യണം. അതായത് 2 - 4 ചെയ്യണം. അതിൻ്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, 2 - 4 ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് 6 - 4 ഹോൾ സ്ക്വയർ. അടുത്തത് 3 - 4 ഹോൾ സ്ക്വയർ. 5 - 4 ഹോൾ സ്ക്വയർ. 4 - 4 ഹോൾ സ്ക്വയർ. അങ്ങനെ ഓരോ ഒബ്സർവേഷനും മീനുമായിട്ടുള്ള ഡീവിയേഷൻ്റെ സ്ക്വയർ എടുക്കണം. ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷനാണ്? 5 ഒബ്സർവേഷൻ ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് സോൾവ് ചെയ്യാം. 2 - 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ വരും. 2 - 4 ഹോൾ സ്ക്വയർ 2 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 4 കിട്ടി. 6 - 4 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ആണ്. എഗെയിൻ 4 വന്നു. 3 - 4 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? -1ൻ്റെ സ്ക്വയർ ആണ് അല്ലേ? അത് 1 തന്നെയാണ്. നെക്സ്റ്റ് 5 - 4 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതും 1 ആണ്. നെക്സ്റ്റ് ടേം 0 ആയിരിക്കും. ഡിവൈഡഡ് ബൈ 5. അതായത് ന്യൂമറേറ്ററിൽ നമുക്ക് 10 കിട്ടിയിട്ടുണ്ട്. 10/5 എന്ന് പറയുമ്പോൾ എന്താ? 2 ആണ് അല്ലേ? അങ്ങനെ റൂട്ട് 2 എന്നാണ് ഫൈനൽ ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് 2 ആണ്. അപ്പോൾ വേരിയൻസ് എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് പറയുന്നത് അല്ലേ? വേരിയൻസ് അഥവാ വ്യതിയാനം നമുക്ക് 2 എന്നും കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റൂട്ട് 2.
ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റ തന്നിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണത് ഫൈൻഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. ആദ്യം മെയിൻ ഫൈൻഡ് ചെയ്യണം, ദെൻ അതിനുശേഷം ഓരോ ഒബ്സർവേഷനും മെയിനുമായിട്ടുള്ള ഡിഫറൻസ് എടുക്കുന്നു, അതിൻ്റെ സ്ക്വയേഴ്സ് എടുക്കണം, ദെൻ അതിൻ്റെ മെയിൻ ഫൈൻഡ് ചെയ്യുന്നു, അതിൻ്റെ റൂട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്